മിശിഹായിൽ പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ യോഹന്നാൻ അറിയിച്ചു കർത്താവിശ്വമിശിയുടെ പരിശുദ്ധ സുവിശേഷം 10-ാം അധ്യായം 39-ാമത്തെ വാക്യം നമുക്ക് ധ്യാനിക്കാം. സെയിന്റ് ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 10 വേഴ്സ് 39. വീണ്ടും അവർ അവനെ ബന്ധിക്കാൻ ശ്രമിച്ചു, എന്നാൽ അവൻ അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. തക്ക സമയം തന്റെ ഭക്തന്മാരെ സഹായിക്കുന്നവനാണ് ദൈവം. കാലേ കൂട്ടി ദൈവം പ്രവർത്തിക്കുന്ന വിധം മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല. ആപത്തുകളിൽ നിന്നും പരീക്ഷകളിൽ നിന്നും ദൈവം രക്ഷിക്കും. നമ്മുടെ കർത്താവ് നസ്രത്തിലെ പള്ളിയിൽ പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ രോഷാകുലരായ യഹൂദന്മാർ തന്നെ പിടിച്ചു കുന്നിൻ മുകളിൽ നിന്ന് തള്ളിയിട്ട് കൊല്ലുവാനൊരുങ്ങി. അത്ഭുതകരമായ വിധത്തിൽ താൻ അവരുടെ നടുവിൽ കൂടി കടന്ന് രക്ഷപ്പെട്ടു. തക്ക സമയം ദൈവം ഇടപെട്ടു. സോദോമിൽ പാർത്തിരുന്ന ലോത്തിനെയും കുടുംബത്തെയും ആ പട്ടണം നശിപ്പിക്കുന്നതിന്റെ തലേന്നാൾ ദൈവദൂതന്മാർ രക്ഷപ്പെടുത്തി. യോനാ പ്രവാചകൻ താർശിഷ് കപ്പലിൽ കയറി ഒളിച്ചോടുമ്പോൾ കടൽ ക്ഷോഭിക്കുകയും യോനായെ കടലിൽ എറിയുകയും ചെയ്തു. ദൈവം തിമിംഗലത്തെ അയച്ച് അത്ഭുതകരമായ വിധത്തിൽ വിടുവിച്ച് രക്ഷപ്പെടുത്തി. ലോത്തിനെയും യോനായും ഒരുപോലെ ആത്മീയ അധപ്പതനത്തിൽ നിന്നും വിടുവിച്ചു. സോദോമിൽ ലോത്തും കുടുംബവും ദീർഘകാലം താമസിച്ചിരുന്നെങ്കിൽ ദൈവബോധം നഷ്ടപ്പെട്ട ആ നാട്ടിലെ ജാതികളോട് ഇടകലർന്ന് ആത്മീയമായി നശിച്ചുപോകുമായിരുന്നു. അതുപോലെ തന്നെ യോന കടലിൽ എറിയപ്പെടുകയും നിനിവേയിൽ എത്തിച്ചേരുകയും ചെയ്തില്ലായിരുന്നെങ്കിൽ നിനിവേ പട്ടണം നശിക്കുകയും യോന പ്രവാചകൻ എന്നേക്കുമായി ദൈവത്തിൽ നിന്ന് അന്യപ്പെടുകയും ചെയ്യുമായിരുന്നു. ആഴമേറിയ ജലപ്രവാഹത്തിന്റെ വക്കിൽ തള്ളി നിൽക്കുന്ന പാറക്കെട്ടിൽ 2 കൊച്ചു ബാലന്മാരും അവർക്ക് മുകളിലായി സഹായഹസ്തം നീട്ടു നിൽക്കുന്ന ദൈവദൂതന്റെ ചിത്രം നമ്മുടെ ഭവനങ്ങളിൽ അലങ്കാരത്തിനായി വെക്കാറുണ്ടല്ലോ. ഇതൊരു വിശ്വാസത്തിന്റെ ആവിഷ്കരണമാണ്. ദൈവം തന്റെ കുഞ്ഞുങ്ങളെ രക്ഷിക്കുവാൻ എപ്പോഴും കാത്തു നിൽക്കുന്നു. ആ ബോധ്യം നമ്മുടെ ഹൃദയങ്ങളിൽ ആഴപ്പെടുക ആവശ്യമാണ്. നമ്മുടെ കർത്താവിശ്വമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായി എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.